പഴയ നിയമത്തിലെ ഒന്നാമത്തെ കവനന്റിനെ കുറിച്ച്, ദൈവം ജനവുമായി ചെയ്യുന്ന രോഗശാന്തിയെ കുറിക്കുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ പോവാം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ദൈവം ജനവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഉടമ്പടി. എന്നിട്ട് വേണം ന്യായപ്രമാണം ജനത്തിന് കൊടുക്കാൻ. 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുന്നമേ ജനവുമായി ദൈവത്തിന് ഒരു ഉടമ്പടി വേണം. ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിനോട് ബന്ധപ്പെട്ട് ഒരു കേസുണ്ടായി. കർത്താവദാസൻ പറഞ്ഞായിരുന്നു 10-100 കേസ്. അത് സുപ്രീം കോടതി തന്നെ പോയതാ, ഒത്തിരി എണ്ണം. ഒരു ദിവസം 72 കേസ് ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തു. ഒറ്റ ദിവസം 72 പേർ ഓരോ കേസ് ഒറ്റയ്ക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇവിടെ ക്രിസ്ത്യാനികൾ പാടില്ല ഈ ആശയത്തിൽ 72 പേര്. അതൊക്കെ അങ്ങനെ ഒത്തിരി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ കോടതി പോയ ഒരു കേസ് ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി മറ്റേ പുള്ളിക്കാരനും ക്രിസ്തീയ പേരാ ഉള്ളത്. മറുഭാഷയൊക്കെ പറയും. മറുഭാഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, പിശാചി എന്ന് പ്രാപിച്ച മറുഭാഷ, അതൊക്കെ പറയുന്ന ഒരു പുള്ളിയാണ്. PG എന്നോട് പറഞ്ഞു, അവൻ്റെ പേരും പാസ്റ്റർ എന്നല്ലേ, അതുകൊണ്ട് എമേവറീസ് ഒരു കാര്യം ചെയ്യും, നിങ്ങളെ 2 പേരെയും വിളിച്ച് ഞാൻ ഒന്ന് ഒരുമിച്ചിരുത്തി സംസാരിക്കാം, നമുക്കിത് ഇവിടെ കൊണ്ടങ്ങ് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, വളരെ ഉപകാരം. അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ 2 പേരും ഒരു കാര്യം ചെയ്യണം, ഒരു വെള്ളക്കടലാസിൻ്റെ അടിയിൽ ഒപ്പിട്ട് എനിക്ക് തരണം. ഞാനതിൽ എന്തെഴുതിയാലും നിങ്ങൾ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അതിന് വേറെ ആരെങ്കിലും വിളിയാൻ പറ്റത്തില്ല. ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സ്നേഹിതരാണ്. ഇങ്ങനൊരു കണ്ടീഷൻ ഞാനില്ല. കാര്യം അവൻ പറയുന്നതിൻ്റെ പകുതിയും കൂടി എൻ്റെ അതിനകത്ത് കൊണ്ട് എഴുതി വെച്ചാൽ നത്തിങ് ഡൂയിങ്. കോടതി തീരുമാനിക്കട്ടെ, അവിടെ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡാണ്. അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കട്ടെ, അന്നേരത്തെ ഞാൻ തയ്യാറാണ്. സാറിൻ്റെ അടുക്കൽ ഞാൻ ഒരു പ്ലെയിൻ പേപ്പറിൽ ഒപ്പിട്ട് തരത്തില്ല. പുള്ളി പറയുന്ന പിന്നെ നമ്മൾ തമ്മിലുള്ള ഇടപാട് നിർത്തിയേക്കാം. ഞാൻ നിർത്തിക്കോ, കുഴപ്പമില്ല. യേശു അല്ലെ ദൈവം ഇതുപോലൊരു വ്യവസ്ഥയ്ക്കാ തയ്യാറ്. പക്ഷെ ഒരല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂടെ ഒരു താഴ്വരയിലോട്ട് കൂട്ടി. 2 മലകളുടെ ഇടയിലാണ്. ഒരു മലയിലോട്ട് നിന്ന് അനുഗ്രഹം പറയണം, മറ്റേ മലയിലോട്ട് നിന്ന് ശാപം പറയണം. ഈ 2 മലകളുടെ ഇടയിൽ ഇവരെ നിർത്തിക്കൊണ്ട് മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ ഒരു പർവ്വതത്തിൽ കയറ്റും. ഈ താഴ്വരയിൽ വെച്ച് ഈ ജനം എന്നോടൊരു നിയമം ചെയ്യണം. 19-ാമത്തെ അധ്യായത്തിലുണ്ടത്. ഒരു നിയമം ചെയ്യണം. ആ നിയമത്തിൽ എനിക്ക് ജനത്തോട് പറയാനുള്ളത് അപ്രോക്സിമേറ്റ്ലി ഇന്നതൊക്കെയാണ്. പ്രധാന പ്രമാണങ്ങൾ ഇതൊക്കെയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രധാന ക്ലോസുകൾ ഇന്നതാണ്. അതുമാത്രം പറഞ്ഞു, പ്രമാണം വ്യക്തമാക്കിയില്ല. ഇത് മുഴുവനും ഇവരെ അനുസരിക്കുമെന്ന് എന്നോട് ഉടമ്പടി ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് അവരോട് എന്തെങ്കിലും പറയാനുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, യേശുവും ഞാനും കൂടെ ഒന്നിച്ചു പൊക്കോളാം, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി എടുത്ത ശേഷമേ ദൈവം എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. അങ്ങനെ മോശ ജനത്തെ വിളിച്ചുകൂട്ടി അവരുടെ നടുവിൽ നിന്ന് ഒരു 3 പുരോഹിതന്മാരെ മുന്നോട്ട് വിളിച്ചു. ജനം മുഴുവനും 6 ലക്ഷം കുടുംബങ്ങൾ ഒന്നിച്ച് നിൽക്കുക. അതിനിടയിൽ നിന്ന് ഒരു 3 പുരോഹിതന്മാരെ മുന്നോട്ട് വിളിച്ചു. അവരുടെ പുറകിലോട്ട് ഒരു 70 നേതാക്കന്മാരെ വിളിച്ച് മുന്നോട്ട് നിർത്തി. 3 പുരോഹിതന്മാർ, 70 നേതാക്കന്മാർ, 73 പേരെ മുന്നോട്ട് വിളിച്ചു നിർത്തി. എന്നിട്ട് പ്രമാണങ്ങൾ മുഴുവനും ഈ 73 പേർ ആദ്യവും പുറകിൽ നിൽക്കുന്ന ജനം മുഴുവനും കേൾക്കത്തക്കവണ്ണം പറഞ്ഞു. ഇവിടെ ഒരു വലിയ ചോദ്യം വരും, 6 ലക്ഷം കുടുംബങ്ങൾക്ക് മുഴുവൻ കേൾക്കാമോ എന്ന്? കേൾക്കത്തില്ല. പക്ഷേ ഈ പ്രമാണികൾ ഇത് മുഴുവനും കേട്ടുകൊണ്ട് അവരുടെ ജോലിയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇനി ദൈവത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടായിരുന്നോ എല്ലാവരെയും കേൾപ്പിച്ചോ? എനിക്കറിയാൻ വയ്യ. 2 ആയാലും ഇങ്ങനെയാണ് സംസാരിച്ചത്. ന്യായപ്രമാണം മുഴുവനും അവരോട് പറഞ്ഞിട്ട് ഇത് മുഴുവനും നിങ്ങൾ അനുസരിച്ച് പോകാൻ തയ്യാറാണോ? ജനം ഒരുമിച്ച് പറഞ്ഞു, ആന്നു, അനുസരിച്ച് പോകാൻ തയ്യാറാണ്. ആ സാഹചര്യത്തിൽ മോശ ആട്ടിൻകുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. യാഗപീഠങ്ങൾ പണിയാൻ പറഞ്ഞു. യാഗപീഠങ്ങൾ പണിതു, ആട്ടിൻകുട്ടികളെ കൊണ്ടുവന്നു. ആട്ടിൻകുട്ടികളെ അറുത്തു, അവയുടെ രക്തത്തിൽ കുറെ എടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ തളിച്ചു. യാഗം നടന്ന ശേഷം, തീരുമാനം ചെയ്ത ജനത്തിനു വേണ്ടി യാഗം നടന്ന ശേഷം മോശ ആ രക്തത്തിനകത്ത് ഈസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് ഒരു ബ്രഷ് പോലെ അതെടുത്ത് ജനത്തിൻ്റെ മേൽ നീട്ടി തളിച്ചു. കുറഞ്ഞ പക്ഷം മുൻപിൽ നിൽക്കുന്ന 73 പേരുടെ മേൽ ആ രക്തം വീണു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ നിയമത്തിൻ്റെ രക്തം. ഈ നിയമത്തിൻ്റെ രക്തത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞു, നീ എൻ്റെ പ്രമാണങ്ങൾ മുഴുവനും അനുസരിച്ച് നടന്നാൽ ജാതികൾക്ക് വരുത്തിയ യാതൊരു ബാധയും നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. എൻ്റെ നിയമത്തിൻ്റെ രക്തത്തിനകത്ത് നിൽക്കുന്നവനോട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ജാതികൾക്ക് വരുത്തിയ യാതൊരു ബാധയും നിനക്ക് വരുത്തത്തില്ല. നിങ്ങൾ എൻ്റെ പ്രമാണത്തിൽ നിൽക്കണം. ഈ നിയമരക്തം നിങ്ങളുടെ മേലുണ്ട്.
പുതിയ നിയമത്തിലുള്ളതും പഴയ നിയമത്തിലുള്ളതുമായ ശേഷം വിശ്വാസികളോട് പറയുന്നൊരു പദമുണ്ട്. കുഴികളിൽ അകപ്പെട്ടു പോയ ജനമേ, നിന്റെ നിയമരക്തം ഓർത്ത് ഞാൻ നിന്നെ കുഴിയിൽ നിന്ന് വിട്ടയക്കും. നിങ്ങളുടെ കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിട്ടയക്കുന്നത് നിയമരക്തം ഓർത്ത. അന്ന് ഇസ്രയേലിൻ്റെ മേലൊരു നിയമരക്തത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ ഇടം കൂടെ തൊടാൻ എനിക്ക് ആശയമുണ്ട്, ഇന്ന് ഒക്കത്തില്ല. ആ നിയമരക്തം ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടയക്കും. നിങ്ങളുടെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിട്ടയക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നൊരു പ്രേരണയ്ക്കൊത്തവണ്ണം, ഇന്ന് വിടുതലില്ല എന്ന് കണ്ട് കുഴികളിൽ അകപ്പെട്ടു പോയി എന്ന് മനസ്സിലായി കിടക്കുന്ന ആരൊക്കെ ഉണ്ടോ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ദൈവം മുമ്പിൽ ഒരു തീരുമാനം ചെയ്തു. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ A to Z. ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് അരുളി ചെയ്യും. ദൈവത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും ഞാൻ അനുസരിക്കുമെന്ന് ദൈവത്തോട് ഒരു നിയമം ചെയ്യുക. ഞാൻ മറ്റൊരു ഉദാഹരണം തൊട്ടോട്ടെ, പെട്ടെന്ന് ദൈവത്തോട് നിയമം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അവരവരും ദൈവവും മാത്രം തിരിച്ചറിയുന്ന ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ദശാംശം വേദപുസ്തകത്തിൻ്റെ നിയമമാണ്. അത് കൊടുത്തേ പറ്റൂ. അതിന് പരീക്ഷണമൊന്നുമില്ല, അത് കൊടുത്തേ പറ്റൂ. ചില കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ച് തീരുമാനിക്കാവുന്നതുണ്ട്, ചിലത് നിയമം അനുസരിച്ചേ പറ്റൂ. കാറിനകത്ത് എന്ത് ഫ്യൂവലാണ് ഒഴിക്കേണ്ടത്, ആ കാർ മാനുഫാക്ചർ അത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഡീസൽ ഒഴിക്കണം, ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണം എഴുതിയിട്ടുണ്ട്. അത് നിയമം അനുസരിച്ചേ പറ്റൂ. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാൽ കാർ ഓടുമെന്ന് പരീക്ഷിച്ച് നോക്കുന്ന പൊട്ടനെ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ? ഒരു പരീക്ഷണം നടത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചാൽ ഓടുമെന്ന് മോനെ പരീക്ഷിക്കാനുള്ളതല്ല നിയമം. നിയമം വേറെ. ഇങ്ങനെ ദൈവത്തിനൊരു നിയമമുണ്ട്. കിട്ടുന്നതിൽ 10 ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒരിക്കൽ എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടു. കിട്ടുന്നതിൽ 5 കൊടുത്താൽ എന്നെ എടുക്കുമെന്ന് നോക്കാം. ആദ്യത്തെ 2-3 മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞതോടെ ദൈവം സ്ഥിതി മാറ്റി. 5 കൊടുത്താൽ ഒരു കുഴപ്പമില്ലെന്നായി. ഞാൻ വിദേശത്ത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടുന്ന പണത്തിലെ 10% ഞാൻ എടുത്തുകൊണ്ട് 90% ദൈവവേലയ്ക്ക് കൊടുത്തു. അന്നും കർത്താവ് സുഖമായി നടത്തി. ഇന്ന് 99% കർത്താവിൻ്റെ വിലയ്ക്ക് ഇട്ടുകൊണ്ട് 1% ഞാൻ എൻ്റെ പേർക്ക് എടുക്കും. അതുകൊണ്ട് സഭയും വളർന്നു, ഞാനും വളർന്നു, എല്ലാം വളർന്നു. അതെൻ്റെ ആവശ്യത്തിനുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന ഓരോ പ്രമാണങ്ങൾ ദൈവം അംഗീകരിക്കുന്നതാണെങ്കിൽ എൻ്റെ നിയമരക്തമാതാ, അവിടുന്ന് എനിക്ക് പുറകോട്ട് ഒക്കത്തില്ല. ഞാൻ 20% ദൈവത്തിന് കൊടുക്കുമെന്നൊരു പ്രമാണം എടുത്തപ്പോൾ എൻ്റെ മൂത്ത മോൻ സുനിൽ പാസ് എന്ന് അദ്ദേഹം വിളിക്കുന്ന എൻ്റെ മൂത്ത മോൻ ഒരു പ്രമാണം എടുത്തു, 40% ദൈവത്തിനാണ്. ഡാഡി 20 കൊടുക്കുന്നെങ്കിൽ ഞാൻ 40 കൊടുക്കുക. അവൻ എന്നേക്കാൾ സുഖമായി ജീവിക്കുന്നു, എന്നേക്കാൾ യോഗ്യമായി ദൈവം അവനെ നടത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന പലതും ഉണ്ട്. ഈ ആഭരണങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് തൊട്ടു. അലങ്കാരങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യമേ സീരിയസ് ആയി ചിന്തിക്കുന്ന വേറൊരു സാഹചര്യത്തിലാണ്. ഞാൻ ഒരിക്കൽ ഒരിടത്തൊരു ഭൂതത്തെ ഇറക്കാനായിട്ട് പോയി. ആ വീട്ടിലെ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചു. 1 വയസ്സാകുന്നതിന് മുമ്പേ മരിച്ചു. അടുത്ത ഒരു കുട്ടിക്ക് ആ 1 വയസ്സിന് താഴെ പ്രായമായപ്പോൾ മൂത്ത കുട്ടിക്കുണ്ടായ അതേ രോഗം രണ്ടാമത്തെ കുട്ടിക്കുണ്ടായി. മരിക്കാൻ പോവാണെന്ന് ഉറപ്പായി ആദ്യത്തെ കുട്ടിയുടെ സകല ലക്ഷണവും. അതോടെ അദ്ദേഹം ചികിത്സയ്ക്ക് പകരം എന്നെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാമെന്ന് തോന്നി. എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പെന്തക്കോസ്താരൊന്നും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആ വീട്ടിലുള്ള ഒരു വേലക്കാരത്തിക്ക് ഒരു ദുർഭൂതം ഉണ്ടായിരുന്നു. അതങ്ങളായി. ആ വേലക്കാരത്തി കന്നഡ ഭാഷ സംസാരിക്കുന്നുള്ളൂ കേട്ടോ, മലയാളം അറിയത്തില്ല. ആ വീട്ടിലെ വേലക്കാരത്തി ഈ ഭൂതം ഇളകിയപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോൾ നല്ല തനി മലയാളത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നാരാണെന്നൊരു പേര് പറഞ്ഞു. ഞാനൊരു കാളിയാണ്. ഞാൻ പറഞ്ഞു, ഒരു കാളി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ 4 പേരുണ്ട്. അതെന്നത് ഭദ്രകാളി, ബ്രഹ്മകാളി, കരിങ്കാളി, രക്തകാളി. ഇതിലൊന്നാണ് ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അതിനോട്, നിന്റെ അവകാശം വല്ലോ ഈ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിലെ അമ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചാകാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ അമ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അണ്ട് അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന പൂവുണ്ട്, തലമുടിയെക്കുറിച്ച് പൂ ചുറ്റി വെച്ചിട്ടുണ്ട്, അത് എൻ്റെ വകയാണ്. ഞാൻ അതങ്ങനെ നിൻ്റെ വകയാകുന്നേ? കന്നഡ ഭാഷ മാത്രം അറിയാവുന്ന ഒരു സ്ത്രീ എന്നോട് മലയാളത്തിൽ പറഞ്ഞത് കേട്ടോണം. പുഷ്പിക്കുവാനുള്ള വ്യഗ്രത മനുഷ്യനില്ല. പുഷ്പിക്കുവാനുള്ള വ്യഗ്രത സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കൃത്രിമമായ സൗന്ദര്യ വർധനവ് എൻ്റെ സ്വഭാവമാണ്. അതിനുശേഷമാണ് വേണ്ടാത്തത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. കരിങ്കാളിയുടെ സ്വഭാവം എനിക്കെന്തിനാ? അതിനെ കണ്ടാൽ അഴുക്കാ, കരിങ്കാളിയാ. കൃത്രിമമായ സൗന്ദര്യവർദ്ധന എൻ്റെ സ്വഭാവമാണ്.
ആ സ്ത്രീ അത് പറിച്ചൊരേറെറിഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവകൃപയാൽ അവനൊരു മെഡിക്കൽ ഡോക്ടറായി, അവന് 2 കുഞ്ഞുങ്ങളായി. ദൈവം അവരെ വളർത്തി, ദൈവം അവരെ ഉയർത്തി. ഞാൻ ഓരോന്ന് കണ്ടും കേട്ടും ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതും പിശാചി പഠിപ്പിച്ചതും ലോകത്തിൽ നിന്ന് പഠിച്ചതും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് 60 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇന്നത്തേതുപോലെ എൻ്റെ ശരീരം അന്നും തളർന്നിരുന്നു. ഇന്ന് എൻ്റെ ശരീരം നന്നായി തളർന്നതാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ഓർത്തു, ഇനി സുവിശേഷത്തിലേക്ക് വേണ്ടി എങ്ങും യാത്ര ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ചർച്ചിലൊക്കെ പ്രസംഗിക്കാം, ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്ന് വല്ലതും പറയാം, യാത്ര ചെയ്യുന്നില്ല. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, 60 വയസ്സിലുപരി പ്രായമുള്ളവരും രക്ഷിക്കപ്പെട്ട ശേഷം ഒരു ദോഷത്തിലാകപ്പെടാത്തവരും സാക്ഷ്യം സൂക്ഷിക്കുന്നവരും എൻ്റെ വ്യവസ്ഥ പാലിക്കുന്നവരുമായി അധികം പേര് എനിക്കില്ല. അതുകൊണ്ട് നീ നിർത്തരുത്, ഒരു കുറേ നാളൂടെ ചെയ്യും. നിന്റെ അനുഭവ സാക്ഷ്യം പലരോട് പറയണം. നന്നാകാനുള്ള പലരെയും അത് നന്നാക്കും. അതുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിന് നല്ല ഭാഗങ്ങൾ ചേർത്ത് ഇന്ന് പറയാറുള്ളത്. അങ്ങനെ അനുഭവ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുവാൻ കർത്താവ് കൃപ തന്നു. തേണ്ട ഇസ്രായേൽ ജനത്തെ ഇങ്ങോട്ട് നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിക്കുമെന്ന് ബ്ലൈൻഡായി സമ്മതിക്കാമോ? എങ്കിൽ ഈ നിയമരക്തം നിങ്ങളുടെ മേൽ തളിക്കുക. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി. ഞാൻ ദൈവത്തോട് എടുക്കുന്ന പല നിയമങ്ങൾ എനിക്കുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല പ്രമാണങ്ങളുമുണ്ട്, അത് ഞാൻ അനുസരിക്കുന്നു. അതിനപ്പുറത്ത് ഞാനും ദൈവവും മാത്രം അറിയുന്ന പല വ്യവസ്ഥകൾ എനിക്കുണ്ട്. നിന്റെ നിയമരക്തം ഹേതുവായി നിന്റെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് നിന്റെ ബദ്ധന്മാരെ ഞാൻ വിടുവിച്ചെടുക്കും. ഇന്ന് പകൽ വിടുതലില്ലാതെ കിടക്കുന്ന വെള്ളമില്ലാത്ത കുഴികളിൽ നിന്ന് ചിലതിനെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന് താല്പര്യമാണ്. ദൈവത്തോട് ചില നിയമങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാണ്. ഏത് സാഹചര്യത്തിൽ, ഏത് ഉയർച്ചയിൽ ജീവിതം നേർന്നവനും അതിൻ്റെ മേളിൽ പിന്നെയും ദൈവത്തോട് പ്രമാണങ്ങൾ ചെയ്യുവാൻ കാണും. യേശുവിനുണ്ടായിരുന്നല്ലോ ക്രൂശിലെ മരണത്തോളം സകലത്തിലും അനുസരണമുള്ളവനായി മാറി. ഇന്ന് പകൽ കർത്താവ് ഏത് സാഹചര്യത്തിലും അങ്ങയുടെ മുമ്പിൽ അനുസരണമുള്ളവളായി പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുവെന്ന് പറയുന്നെങ്കിൽ ഈ നിയമരക്തം ഹേതുവായി നിന്നെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. മർക്കോസിന്റെ സുവിശേഷം 8:16-17 വാക്യത്തിൽ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുന്നു. നിങ്ങളുടെ വാക്കേൽ ഒരഭിഷേകം ഉണ്ടാകണം, നാക്കേൽ ഒരഭിഷേകം ഉണ്ടാകണം. ചിലരുടെ വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിശാചിനൊക്കത്തില്ല. ചില വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിശാചിനൊക്കത്തില്ല. ഞങ്ങൾക്ക് ചർച്ചിൽ ഒരു ദുർഭൂതം ബാധിച്ച ഒരാളിനെ കൊണ്ടുവന്നു. കോഴഞ്ചേരിക്കാരനാണ്. ഏതാണ്ട് 10-12 വർഷമായി ഒറ്റ മാസം പോലും 30 ദിവസം ജോലിക്ക് പോകാൻ ഒക്കാതെ ഒരു ദിവസം എങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ഒരു ഭയങ്കര ആസ്മ പേഷ്യൻ്റ് ഒരാളിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. മറിഞ്ഞടിച്ചു വീണു. ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചു. എടുത്ത വായിലെ പറഞ്ഞ പദം, ഞാനൊരു പാണ്ടി അറുകൊലയാണ്. ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് ഇവൻ്റെ പിതാക്കന്മാർ 5 തലമുറകൾക്ക് മുൻപേ പാണ്ടിയിൽ വന്ന് എന്നെ അവിടുന്ന് വാങ്ങി ഒരു കാളവണ്ടിയിലാക്കി കോഴഞ്ചേരി കൊണ്ടുവന്ന് പൂജിക്കുക. ഈ കുടുംബത്തിലെ എല്ലാ ആൺകുട്ടികളും എനിക്ക് വർഷത്തിൽ ഒരു ആടിനെ വീതം കുരുതി തരാറുണ്ട്. 41 കുട്ടികളാണ്, ആൺകുട്ടികളാണ് ഇവരുടെ വീട്ടിലുള്ളത്. ഈ 5 തലമുറ കഴിഞ്ഞപ്പോൾ ഈവൻ ഒരുത്തൻ മാത്രം എനിക്ക് ആടിനെ കുരുതി തരുന്നില്ല, ബാക്കി എല്ലാവരും കുരുതി തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലുക. ഈ കുരുതി കൊടുത്തവരെയൊക്കെ നന്നായിട്ട് അങ്ങ് വിട്ടെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എല്ലാം തലതിരിഞ്ഞ് കിടക്കുക. പക്ഷെ എല്ലാവർക്കും ആസ്മയില്ല. ഇവനെ ഞാൻ കൊല്ലുക. വീണ്ടും വീണ കൈ കൊണ്ട് തറയിലോട്ട് ഇടിക്കാൻ തുടങ്ങി. ഇരുമ്പ് തറയിൽ ഈ മെലിഞ്ഞ മനുഷ്യൻ്റെ കൈ വെച്ച് ഇടിച്ചാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മെലിഞ്ഞ ശരീരമാണ്. സഹോദരന്മാരിൽ ചിലർ ഇവൻ്റെ കൈ പൊക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചിട്ട് അവരെ കൂടെ അങ്ങ് തട്ടുക. ഒടുവിൽ ഒരു 4 പേര് ഒരുമിച്ച് തീരുമാനിച്ചു ഇവനെ പിടിച്ച് ഒതുക്കുക തന്നെ. വീണ് കിടക്കുന്ന മനുഷ്യൻ്റെ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നിടത്ത് എക്സ് സർവീസ്മെനും സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്നവരുമായ 4 തടിയന്മാർ ചേർന്ന് കൈ തറയിലോട്ട് വെച്ച് നല്ല വിരൽ കൊണ്ട് അമ്മക്കി അങ്ങ് പിടിച്ചു. ഇവനൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ശക്തി നിനക്ക് കാണണോ? പാണ്ടി അറുകൊലയുടെ ശക്തി നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചു. കാണട്ര എന്ന് പറഞ്ഞു. ഒരുത്തൻ ഒറ്റ പൂക്കം വെച്ചു കൊടുത്തു. ഇതിനോടിനി എന്നാ ചെയ്യുന്നത്? 4 തടിയന്മാരെ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ സൈഡിലോട്ടിരിക്കുന്ന കൈ കൊണ്ട് ഒറ്റ പൊക്കി എന്ന് പറഞ്ഞാൽ ഇതിനോടിനി എന്നാ ചെയ്യും? നേരത്താണ് സുനിൽ പാസ്റ്റർ അടുത്ത് വരുന്നത്. അന്ന് അവന് 9 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് പ്രായമുണ്ട്. ആ ചെറിയ പ്രായത്തിൽ വന്ന് കെട്ടടാ കൈ എന്ന് പറഞ്ഞു.
നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കൈകെട്ടി ഇവിടെ പറഞ്ഞു, ഡാഡിക്ക് വേണേ ഡാഡി ശുശ്രൂഷിക്കാൻ, ഇന്ന് മേലാൽ ഇവയുടെ അടുക്ക് വരാൻ പാടില്ല, നമുക്കിതിനെ പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞു, മോനെ നീ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഞാനും കൂടെ നിൽക്കാം. വാക്കുകളിൽ ഒരധികാരം. അവൻ അശുദ്ധാത്മാക്കളോട് സംസാരിച്ചത് അധികാരത്തോടെ. ഇന്ന് പകൽ എത്ര പേര് പറയും, കർത്താവേ എൻ്റെ നാക്കിനൊരു അധികാരം വേണം, ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ്. ഞാൻ ഒരാളിനോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കണം. ഞാനൊരു ഭൂതത്തെ ശാസിച്ചാൽ അത് മനസ്സിലാക്കണം. ഞാനൊരു രോഗത്തെ ശാസിച്ചാൽ അത് മനസ്സിലാക്കണം. എൻ്റെ നാവിൻ്റെ മേൽ ഒരധികാരം. വിളർന്നിരുന്ന നാവുകൾ പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പ്രത്യക്ഷമാകുന്ന വ്യത്യസ്ത നാവുകൾ. ഇന്ന് നമ്മുടെ മേൽ ചിലത് വരട്ടെ. നാവിൻ്റെ മേൽ ഒരധികാരം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. വാക്കുകൾ കൊണ്ട് ദീനക്കാർക്ക് സൗഖ്യം വരുത്തുവാൻ, ബി ഹീൽഡ്, സൗഖ്യമാകെ, അത് സംഭവിച്ചേ മതിയാകും. ഞാനൊരു രോഗിയോടൊരു വാക്ക് പറഞ്ഞാൽ ആ രോഗിയുടെ ഉള്ളിലേക്ക് ആ വാക്ക് കടക്കണം. ആ രോഗിയുടെ ഉള്ളിൽ ആ വാക്ക് ഇരിക്കണം. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ഭാഗമുണ്ട്. യേശു ഒരിക്കൽ ഒരു കാട്ടത്തിയെ ഒരത്തിയെ ശപിച്ചു. ഒരത്തിയിൽ ഫലം അന്വേഷിച്ച് യേശു ചെന്നു, പക്ഷെ ഫലം കിട്ടിയില്ല. ഫലം കിട്ടാതെ വന്നപ്പോൾ മേലാൽ നിന്നിൽ നിന്നാരും തിന്നാതെ പോകട്ടെ എന്ന് യേശു ആ അത്തിയെ ശപിച്ചു. ശപിച്ചേച്ച് യേശു അങ്ങ് പോയി. പൊതുവെ അതൊരു തിങ്കളാഴ്ച വൈകിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിറ്റേ ദിവസം രാവിലെ ശിഷ്യന്മാർ അതുവഴി വരുമ്പോൾ ഈ അത്തി തേണ്ട ഉണങ്ങി നിൽക്കുന്നു. അവർക്കൊരു കാര്യം മനസ്സിലായി, യേശു ഒരു വാക്ക് പറഞ്ഞേച്ച് അങ്ങ് പോയി. പക്ഷെ ഈ വാക്ക് പോയില്ല, വാക്ക് അവിടെ തന്നെ നിന്നു. യേശു ഒരു വാക്ക് പറഞ്ഞേച്ച് സ്ഥലം വിട്ടു, വാക്കെങ്ങും പോയില്ല, വാക്ക് അവിടെ തന്നെ നിന്നു. അത്തി ഉണങ്ങുന്നത് വരെ വാക്ക് അവിടെ നിന്ന് സൗഖ്യമാക്കി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ക്രിയകൾ നടക്കുവാൻ ചിലരിൽ വാക്കുകൾ നിന്ന് സൗഖ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. എൻ്റെ വാക്കുകളിൽ ഒരു അഭിഷേകം.